ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റാഗി ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് അരക്കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരാൾക്ക് കഴിക്കാനുള്ള അളവിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി ഒരു കപ്പ് വെള്ളത്തിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്ന പോലെ ഈ റാഗിപ്പൊടി ഒന്ന് നനച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ നനച്ചെടുക്കാൻ പറ്റും. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റാഗിപ്പൊടി അത്യാവശ്യം നനഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്, നല്ലതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ റാഗിപ്പൊടി ഒന്നുകൂടി ഡ്രൈ ആയ പോലെ തോന്നും. ആ ടൈമിൽ ഒന്നുകൂടി ഇതുപോലെ ഒരു അല്പം വെള്ളമൊഴിച്ച് ഒന്നുകൂടി നനച്ചെടുക്കാം. ഇനി നമ്മൾ ഇത് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റാഗിപ്പൊടിക്ക് അത്യാവശ്യം നല്ല വേവുണ്ട്. അപ്പോൾ നമ്മളിത് ആവിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിലൊരല്പം വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന റാഗിപ്പൊടിയുടെ കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്റ്റീമറിൽ വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കണം. അപ്പോൾ നിങ്ങൾ ഇഡ്ഡലി തട്ടിൽ വച്ചിട്ട് വേണമെങ്കിലും ആവി കയറ്റി എടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിത് സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റി എടുക്കണം. ഇപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റാഗിപ്പൊടി ആവിയിലിരുന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീമറിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഞാൻ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ചിരകിയ തേങ്ങയാണ്. അപ്പോൾ റാഗി കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കേണ്ട ഒന്നാണ് നാച്ചുറലായിട്ടുള്ള ഹെൽത്തി ഫാറ്റ്. അപ്പോൾ അതുകൂടി കഴിച്ചാൽ മാത്രമേ നമ്മൾ ഈ റാഗിപ്പൊടിയിലുള്ള ന്യൂട്രിയൻസൊക്കെ നമ്മുടെ ബോഡി പെട്ടെന്ന് അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ ഒരു ഐറ്റമാണ് തേങ്ങ. അപ്പോൾ അതുകൂടി ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കാം. ആ തേങ്ങയും റാഗിപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സവാള കട്ട് ചെയ്തതും അതുപോലെ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു ചെറിയ പീസ് ബീട്രൂട്ടും ഇഞ്ചിയും വറ്റൽമുളകും അതുപോലെ ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഈ കടുക് പൊട്ടി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഇഞ്ചിയും അതുപോലെ വറ്റൽമുളകുമാണ്. വറ്റൽമുളക് കട്ട് ചെയ്തതും അതുപോലെ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ ബാക്കിയുള്ള വെജിറ്റബിൾസും ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും വരുന്നില്ല. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് മൂടി വെച്ച് നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ്. അത്രേ ടൈം വരുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഈ ടൈമിൽ. എന്നിട്ട് ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും അതുപോലെ ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാ മോഡൽ ഡ്രൈ ഗ്രീൻ പീസ് ആണെങ്കിൽ അതൊന്ന് കുതിർത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. മൂടി വയ്ക്കുമ്പോൾ ആവിയിലിരുന്നിട്ട് തന്നെ ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് നമുക്ക് കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെയും റാഗിപ്പൊടിയുടെയും മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ വെജിറ്റബിൾസും അതുപോലെ റാഗിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചിട്ടെടുക്കാം.
ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള റാഗിപ്പൊടി വെച്ചിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ, ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്കത്തെ ലഞ്ചായിട്ട് വേണമെങ്കിലും ഇത് കഴിക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ടത്തെ ചായക്ക് വേറെ കടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.